സാമ്പത്തിക ക്രമക്കേടിൽ ജയിൽ ഡിഐജി MK വിനോദ് കുമാറിനെതിരെയുള്ള ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതലുള്ള റിപ്പോർട്ടുകൾ പൂഴ്ത്തിയെന്ന് കണ്ടെത്തൽ. അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കണമെന്ന വകുപ്പുതല അന്വേഷണ റിപ്പോർട്ടുകളാണ് പൂഴ്ത്തിയത്. 2023 ഏപ്രിലിൽ മധ്യമേഖല ജയിൽ ഡിഐജിയുടെ കത്ത് അവഗണിച്ചെന്നും വിജിലൻസ് കണ്ടെത്തി. MK വിനോദ് കുമാറിനെതിരായ സമ്പൂർണ്ണ വിജിലൻസ് റിപ്പോർട്ട് ഇന്ന് കൈമാറും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറാണ് ചേരുന്നത്. ഷഫീദ്, വെരി ഗുഡ് മോർണിംഗ്. ഈ അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തുന്നു, ഒപ്പം തന്നെ ഈ വകുപ്പുതല ഒരു കത്ത് നൽകിയത്, ആ കത്തും അതിലും കാര്യമായ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല. ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ എന്താണുള്ളത്? ക്രിസ്ത്യന, ഗുഡ് മോർണിംഗ്. ഈ തടവുകാരിൽ നിന്ന് ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയതിന് വിജിലൻസ് കേസിൽ കുടുങ്ങിയ ജയിലാസ്ഥാനകാര്യ DIG MK വിനോദ് കുമാറിനെതിരെ കഴിഞ്ഞ സർക്കാരിന്റെ കാലയളവ് മുതലുള്ള അന്വേഷണ റിപ്പോർട്ടുകളും പൂഴ്ത്തി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരം. ഇതടക്കം വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തലുണ്ട്. 2023 ഏപ്രിലിൽ അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മധ്യമേഖല ജയിൽ DIG ജയിൽ ഡയറക്ടർക്ക് കത്തെഴുതിയിരുന്നു. എന്നാൽ ഈ കത്ത് അവഗണിച്ചു എന്നുള്ളതാണ് വിജിലൻസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. കൂടാതെ വിനോദ് കുമാർ പിയൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടായിരിക്കെ നടപ്പാക്കിയ ഔഷധ സസ്യകൃഷി പദ്ധതിയിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നെന്നും കർശന നടപടിയെടുത്തുവെന്നും 2.31 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്നും 2020 വിജിലൻസ് ഡയറക്ടർ ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ ഈ വകുപ്പ് നടത്തിയ വിശദാന്വേഷണത്തിലും വിജിലൻസ് കണ്ടെത്തൽ ശരിവച്ചു. എന്നാൽ ഇതുവരെ പണം തിരിച്ചുപിടിച്ചില്ല. ഈ റിപ്പോർട്ടും പൂഴ്ത്തി. അതായത് ഈ റിപ്പോർട്ട് നിലനിൽക്കെ DIG ആയി സ്ഥാനക്കയറ്റം അദ്ദേഹത്തിന് നൽകിയതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് നിലവിൽ ഇപ്പോൾ ഉയരുന്നത്. കൂടാതെ ഇദ്ദേഹം ജയിൽ ആസ്ഥാനത്ത് DIG ആയിരിക്കെ അധികാര പരിധി വിട്ടു നടത്തിയ ഔദ്യോഗിക യാത്രകളെ കുറിച്ച് അന്നത്തെ മധ്യമേഖല ജയിൽ DIG 2022 3 കത്തുകൾ ജയിൽ ഡയറക്ടർക്ക് നൽകിയിരുന്നു. ഈ ഔദ്യോഗിക വാഹനത്തിൽ 250 കിലോമീറ്റർ വരെ യാത്ര ചെയ്ത് മറ്റു സോണുകളിലെ ജയിലുകളിൽ ഹ്രസ്വ സന്ദർശനം നടത്തുന്ന ദുരൂഹവും അന്വേഷിക്കേണ്ടതുമാണെന്നുള്ളതായിരുന്നു ആ റിപ്പോർട്ട്. എന്നാൽ ആ റിപ്പോർട്ട് കൂട്ടി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ TP കേസ് പ്രതികളുമായുള്ള ജയിലാസ്ഥാന DIGയുടെ ബന്ധം കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയായി പുറത്തു വന്നിരുന്നു. ഈ കണ്ണൂർ സോണിലേക്ക് ജയിൽ മാറ്റം കിട്ടാനായി 2023 നവംബറിൽ വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ കൊടിസുനിയുടെ നേതൃത്വത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ജയിലിന്റെ ചുമതലയുണ്ടായിരുന്ന ഡെപ്യൂട്ടി സൂപ്രണ്ടിനെതിരെ നടപടിയെടുക്കണമെന്നായിരുന്നു ജയിൽ വകുപ്പിന്റെ റിപ്പോർട്ടിലും. ഉദ്യോഗസ്ഥരെ സ്വന്തം വീടിനടുത്തേക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്നാൽ അത് ഉദ്യോഗസ്ഥരെ സ്വന്തം വീടിനടുത്തേക്ക് സ്ഥലം മാറ്റി സംരക്ഷിച്ചു. കൊടിസുനിക്ക് ആഗ്രഹിച്ചതുപോലെ കണ്ണൂർ സോണിലെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റവും നൽകി. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ദുരൂഹത ഇപ്പോൾ വിജിലൻസ് സംശയിക്കുന്നുണ്ട്. ഇതടക്കം ചൂണ്ടിക്കാട്ടി സമ്പൂർണ്ണ വിജിലൻസ് റിപ്പോർട്ട് ഇന്ന് ആഭ്യന്തര വകുപ്പിന് കൈമാറും. അതിനുശേഷമായിരിക്കും വിനോദ് കുമാറിനെതിരെയുള്ള നടപടികൾ ഉണ്ടാവുക. ക്രിസ്ത്യന, ശരി. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.